മഞ്ഞും തണുപ്പും സുന്ദരമായ പ്രകൃതിയും ഒക്കെ ആയി എത്ര മനോഹരമാണ് ക്രിസ്മസ് കാലം അല്ലേ. ഒരുപാട് ഓർമ്മകള് മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചെത്തുന്ന സമയമാണ് ക്രിസ്മസ് കാലം. നാട്ടിൻപുറത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ. അതിനെ മറക്കാൻ നമുക്ക് കഴിയാറില്ലല്ലോ. നാട്ടിൻപുറത്തെ എല്ലാ ആഘോഷങ്ങളും ഒരുമയോടുകൂടി ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ മതസൗഹാർദ്ദം എന്ന പദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശരിയാണ്. ക്രിസ്മസും ഓണവും വിഷുവും റംസാനും എല്ലാം ഒരുമയോടെ ആഘോഷിക്കുന്നത് കൊണ്ട് ഈ ആഘോഷങ്ങൾ ഓരോന്നും വരാൻ എല്ലാവരും ഒരുമിച്ച് കാത്തിരിക്കും. ഈ ആഘോഷ സമയങ്ങളിലാണ് ഇഷ്ടപ്പെട്ട ആഹാരവും നല്ല വസ്ത്രങ്ങളും ഒക്കെ എത്തിക്കൊണ്ടിരുന്നത്. അതെ, ഇല്ലായ്മയിൽ നിന്നേ സമൃദ്ധിയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ കാലത്ത് ഈ ലാളിത്യം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ദൂർത്ത് എന്ന രീതിയിലാണ് എല്ലാ ആഘോഷങ്ങളും നടന്നു വരുന്നത്. എന്നാൽ ഇതൊന്നും ആഘോഷിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ജനങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. ദാരിദ്ര്യത്തിൽ കഴിയുന്ന അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നതിലായിരിക്കണം നാം ദൂർത്ത് കാണിക്കേണ്ടത്. അതൊക്കെ ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ആരാണ് മെനക്കെടുന്നത്? ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ക്രിസ്മസ് കാലമായാൽ ബോർഡിംഗ് സ്കൂളിലായിരുന്ന കാലത്ത് അവിടെ കാവൽ മാലാഖകളെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പേരുകൾ എഴുതി ബോർഡിംഗ് സിസ്റ്റർ അതൊക്കെ കശക്കി കൂട്ടി ഓരോരുത്തർക്കും കൊടുക്കും. ആർക്കാണോ പേര് കിട്ടുന്നത് അവരത് രഹസ്യമായി സൂക്ഷിക്കും. അത് ക്രിസ്മസ് ഫ്രണ്ട് അല്ലേ? അത് ഇപ്പോഴും ചെയ്യാറുണ്ടല്ലോ. അത് അതിന്റെ ചെറിയ രൂപം. ഇതങ്ങനെ ആയിരുന്നില്ല. സിസ്റ്റർ നറുക്കിട്ടെടുക്കുന്ന പേരുകൾ ആരുടെയാണോ അവർ ആ പേരുകൾ സൂക്ഷിക്കും. എന്നിട്ട് ഇടയ്ക്ക് ആരുടെ പേരാണോ കിട്ടുക അവർക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കും, ചില ഉപദേശങ്ങൾ കൊടുക്കും, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഇത്. ആരാണ് നമ്മുടെ ഫ്രണ്ട് എന്നറിയാതെ ഈ ഉപദേശങ്ങളും സമ്മാനങ്ങളും കിട്ടുമ്പോൾ നമ്മൾ അന്വേഷിച്ച് നടക്കും. അത് നല്ല രസമായിരിക്കും. അവധിക്ക് ശേഷം വീട്ടിൽ പോയി തിരിച്ചെത്തുമ്പോൾ അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഒരു സമ്മാനവുമായിട്ട് വരും. എന്നിട്ട് അത് ബോർഡിംഗ് സിസ്റ്ററുടെ നേതൃത്വത്തിൽ, സിസ്റ്ററും ആരുടെയെങ്കിലും പേര് കിട്ടിയിട്ടുണ്ടാവും, എല്ലാവരും ആ സമ്മാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അത് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം നിധി കിട്ടുന്നത് പോലെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ചെയ്യാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. അന്ന് ഞങ്ങളുടെ ബോർഡിംഗ് സ്കൂളില് കുറെ കൂട്ടുകാരുണ്ടാവും. അതിലൊരു സോണിയ ചേച്ചി ഉണ്ടായിരുന്നു. നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് ചെയ്യും. ചേച്ചിയുടെ കയ്യിൽ ഒരു ചിത്ര ആൽബം ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റാമ്പുകളും ഒരുപാട് പ്രശസ്തരായ ആളുകളുടെയും ഒക്കെ പടം ഒട്ടിച്ച സിനിമയിലെ ചിത്രങ്ങളും ഒക്കെ ഒട്ടിച്ച നല്ല ഒരു ചിത്ര ആൽബം. ഒരു വർഷം ചേച്ചിയായിരുന്നു എന്റെ കാവൽ മാലാഖ. ക്രിസ്മസ് കഴിഞ്ഞു വന്നപ്പോൾ ആ ചിത്ര ആൽബം ചേച്ചി എനിക്ക് തന്നപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എല്ലാവരും നോക്കി വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ആ ചിത്ര ആൽബം. ഇപ്പോഴും ഉണ്ടോ ആ ചിത്ര ആൽബം? നാട്ടിലെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പഴയ പെട്ടിയില്. അതിന്റെ ഒപ്പം ഞാനും കുറച്ച് പടങ്ങള് അതിൽ വെട്ടി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ബോർഡിംഗ് ലൈഫ് മുഴുവൻ ഓർമ്മ വരും. അന്നത്തെ കൂട്ടുകാരെയും അന്നത്തെ ബോർഡിംഗ് സിസ്റ്റേഴ്സിനെയും ഒക്കെ എപ്പോഴും ഞാൻ ഓർക്കും അവിടെ ഇനിയും ഒന്ന് പോയി തിരിച്ചു വരണമെന്ന്. ഓരോ ക്രിസ്മസ് കാലങ്ങൾ വരുമ്പോഴും ഈ ഓർമ്മകളൊക്കെ നമ്മളിൽ നിറയും. സത്യത്തിൽ ഈ ആഘോഷങ്ങളൊക്കെ നമ്മുടെ പഴയ കാലത്തെ ഓർമ്മകളെ സംരക്ഷിക്കുക കൂടിയാണ്.